അനിതയോട് അനീതി തുടരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സ് അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പുനർനിയമിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. അനിതയെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഇടപെടണം എന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ചാവശ്യപ്പെട്ട കെ രമ MLAയോടാണ് ഇക്കാര്യം പറഞ്ഞത്. ഇത് ക്രൂരവും ധാർഷ്ട്യവുമാണെന്ന് കെ രമ പ്രതികരിച്ചു. ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിനു ശേഷം കഴിഞ്ഞ നവംബർ 28-ന് അനിതയെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് അനിത ട്രൈബ്യൂണലിനെ സമീപിച്ചെങ്കിലും ട്രൈബ്യൂണലും സ്ഥലമാറ്റം ശരിവെച്ചു. അതിനെതിരെ കഴിഞ്ഞ മാർച്ച് 1-നാണ് ഹൈക്കോടതിയിൽ നിന്ന് അനിത തനിക്ക് അനുകൂലമായ വിധി സമ്പാദിച്ചത്. വിധിപ്പകർപ്പുമായി വന്ന അനിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോലിയിൽ പ്രവേശിപ്പിച്ചില്ല. ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനിത നടത്തുന്ന സമരം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഹർജി നൽകാനൊരുങ്ങുന്നത്. ഇത് അംഗീകരിക്കാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും കെ രമ MLA പറഞ്ഞു. മാത്രമല്ല, സർക്കാർ സ്ത്രീകൾക്കൊപ്പമല്ല നിൽക്കുന്നതെന്നും കോടതിയെ പോലും അംഗീകരിക്കാത്ത ധാർഷ്ട്യമാണ് സർക്കാരിനെന്നും അവർ കുറ്റപ്പെടുത്തി. റിവിഷന് പോകാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്താണ് കാരണം. അത് സർക്കാരാണ് തീരുമാനം. ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത്. മിനിസ്റ്ററുടെ മറുപടി കിട്ടിയില്ല. സർക്കാരിന്റെ തീരുമാനമാണ് ഇതിനെതിരെ റിവിഷന് പോകണം എന്നുള്ളത്. ഇവിടുത്തെ സ്ത്രീകളുടെ കൂടെയല്ല, പെൺകുട്ടികളുടെ കൂടെയല്ല, അതിജീവിതയുടെ കൂടെയല്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയാണ്. ഇവർ പ്രബുദ്ധ കേരളം, ഞങ്ങൾ സ്ത്രീപക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഏത് പക്ഷത്താണ് ഇവർ നിൽക്കുന്നത്? എന്താണ് എന്ത് സിസ്റ്റർ ചെയ്ത തെറ്റ്? അതാണ് അവർ വിശദീകരിക്കട്ടെ. എന്ത് തെറ്റിന്റെ പേരിലാണ് ഇവരുടെ സ്ഥലം മാറ്റിയത്? അവരെ അന്യായമായിട്ടാണ് ഇവിടെ സ്ഥലം മാറ്റിയത്. ഒരു അനീതിയെ എതിർക്കുകയും ആ അതിജീവിതയുടെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നതാണ് ഇവർ ചെയ്ത തെറ്റ്. അടിയന്തരമായി ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇടപെടണം. ജനം, കോഴിക്കോട്.